നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഷെഫീന ബേബി എന്ന യൂട്യൂബർ മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിനെ കുറിച്ച് പോസ്റ്റ് ചെയ്ത വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ദയാ സുജിത്തിന്റെ ഡ്രസ്സിംഗ് സെൻസിനെ വിമർശിച്ചുകൊണ്ടും മഞ്ജു പിള്ളയുടെ വളർത്തുദോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമൊക്കെയായിരുന്നു വീഡിയോ. സോഷ്യൽ മീഡിയയിൽ പലരും ദയയ്ക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു. വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ച ഷെഫീന ബേബിക്കെതിരെ പല യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോകളിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്റെ വസ്ത്രദാനത്തെ വിമർശിച്ച ബ്ലോഗറുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ദിയയുടെ പ്രതികരണം. തനിക്കെതിരെ സംസാരിച്ച ആ സ്ത്രീയുടെ വാക്കുകളെ അനുകൂലിച്ച 98% ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ട് തനിക്ക് ഷോക്കല്ല, മറിച്ച് ഭയമാണ് തോന്നിയതെന്ന് ദയ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം സൈബർ ആക്രമണങ്ങൾ കാരണം പലരുടെയും ജീവിതം തകരുന്നുണ്ടെന്നും അതിലൊക്കെ എനർജി കളയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണെന്നും ദയ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഇതിനെല്ലാം നിയമപരമായി നേരിടുവാനുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാമെന്നും താരം വ്യക്തമാക്കിയിരുന്നു. പ്രതിസന്ധികൾക്കിടയിലും തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളോടും മെസ്സേജ് അയച്ച് ആശ്വസിപ്പിച്ച സെലിബ്രിറ്റികളോടും ദയ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദയാ സുജിത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാൻ എനിക്കായിട്ട് കുറച്ച് പൂക്കൾ വാങ്ങി. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അയ്യേ ഇതിനിപ്പോൾ പൂ മേടിച്ചതിലാണോ ഇത്ര വലിയ കാര്യമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം സ്വന്തത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഇത്. ഞാൻ എന്നെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ അതിനു മുൻപ് ഒരിക്കലും എനിക്കായിട്ട് ഞാൻ പൂക്കൾ വാങ്ങിയിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയേ വാങ്ങിക്കൊടുക്കാറുള്ളൂ. ഇതാദ്യമായാണ് ഞാൻ എനിക്ക് വേണ്ടി പൂ മേടിക്കുന്നത്. ഇത് കാണിക്കാനാണ് ഞാൻ വന്നത്. ഈ ലില്ലിപ്പൂക്കൾ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ നോക്കുന്നുണ്ട്. ഇതിന്റെ ഈ പൂമ്പൊടി ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ പൂക്കൾ കുറച്ചുകൂടി കൂടുതൽ നാൾ നിൽക്കും. ഇതിന് ചെറിയൊരു നാറ്റമൊക്കെ ഉണ്ട്. കയ്യിലായാൽ സ്റ്റെയിൻ ആവുകയും ചെയ്യും. എനിക്ക് ബയോളജി ഒന്നും അത്ര വലിയ വശമില്ല, എങ്കിലും ഞാൻ ഇന്നലെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജീവിതം നമ്മൾ എങ്ങനെ നിലനിർത്തണം എന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് എനിക്കിത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഞാൻ കുറച്ച് ദിവസങ്ങളായി ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറിൽ നിന്ന് മാറി സ്പേസിലേക്ക് ആയി വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം മുൻപ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ചെറിയൊരു തകർച്ച വന്നിരുന്നു. ഞാൻ മാനസികമായി നല്ല ഡൗൺ ആയിരുന്നു. ആ സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. ദിവസവും പോസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ അടുത്ത ദിവസം നോക്കുമ്പോൾ ഞാനിതാ എയറിലായിരിക്കുന്നു. എന്നെ അധിക്ഷേപിച്ചവരുടെ പേരുകൾ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. കാരണം അങ്ങോട്ട് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ നെഗറ്റീവ് എനർജിയില്ല. ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു ചുറ്റുമുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ. റിയാക്ട് ചെയ്യേണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. എൻ്റെ ലൈഫ് ഓൾറെഡി ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എനിക്ക് കാലിൻ്റെ അടിയിലെ പൊടിയുടെ വിലയെ ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരുകൾ അവരെ അതിലേക്ക് വലിച്ചിഴച്ചപ്പോഴാണ് എനിക്ക് വിഷമം തോന്നിയത്. ഒഴിവാക്കാം എന്ന് കരുതിയാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പേടി തോന്നും. എന്നെ അധിക്ഷേപിച്ച ആ സ്ത്രീ പറഞ്ഞതിനെ അനുകൂലിച്ച് 98% ആളുകളെ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി. പേടിയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത്. ഇതിലൊക്കെ എനർജി കളയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ പൂക്കളെ നോക്കുന്നതാണ്. നിയമപരമായി നേരിടുവാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇതുപോലെ കുറെ പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഇത് വളരെ മോശമായ കാര്യമാണ്. ഒരാളുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത 2% ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ച ഞാൻ ഫോളോ ചെയ്യാത്ത ചില സെലിബ്രിറ്റികളുണ്ട്. നിങ്ങളെ ഒക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ഇനിയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളും വ്ലോഗുകളും ചെയ്യും. ഒന്നിനും എന്നെ നിർത്താൻ കഴിയുകയില്ല. എൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അമ്മമാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ പൂക്കൾ വാങ്ങി വീടിൽ അലങ്കരിക്കുക. സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി ഇതിനെ കാണാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ലിവിംഗ് റൂമിൽ ഈ ലില്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും അതിന്റെ മണവും ഒക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും. ഇനി കാശിന്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വഴിയിലൊക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ പൂക്കൾ പറിച്ച് ഒരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി നോക്കൂ എന്നുമായിരുന്നു ദിയ പറഞ്ഞത്. അതേസമയം മഞ്ജു പിള്ളയുടെ മകളും ഇൻഫ്ലുവൻസറുമായ ദയാ സുജിത്തിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. അനുചന്ദ്ര പങ്കുവച്ച കുറിപ്പിൽ ദയക്കെതിരെ മോശമായി പരാമർശ
നടത്തിയ ഷെഫീന ബീബി എന്ന യൂട്യൂബറുടെ ചിന്താഗതികളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. താൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ മറ്റുള്ളവർ ജീവിക്കാവൂ എന്ന പിടിവാശിയാണ് ഷെഫീന ബീബിക്കെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസ്റ്റഗ്രാമിൽ 2 ടൈപ്പ് സ്ത്രീകളാണ് ഉള്ളത്. ഒന്ന്, കണ്ണിൽ കണ്ട കുറ്റിക്കാടുകളിലും പുൽക്കാടുകളിലും ഒക്കെ ഇടയിലിരുന്ന് തുണിപ്പൊക്കി കാണിച്ച് ജീവിക്കുന്ന ടീംസ്. അതായത് ആ തുണിപ്പൊക്കി കാണിക്കുന്നത് കണ്ടിട്ട് വേണം ആരെങ്കിലുമൊക്കെ അവരുടെ സബ്സ്ക്രിപ്ഷൻ തേടി പോകുവാനും അല്ലെങ്കിൽ അവരുടെ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലേക്കും പൈസ കൊടുത്ത് കയറാനുമൊക്കെ. അത് ഒരുമാതിരി ശരീരം വിറ്റ് ജീവിക്കുന്ന പരിപാടി തന്നെയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് സ്ത്രീകളാണ് സെമി റിവീലിംഗ് ഫാഷൻ ഫോട്ടോ ചെയ്യുന്നവർ. അതായത് ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്ന സ്റ്റൈലിഷ് ഫാഷൻ അവതരണമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇതിൽ ഒരിക്കലും ലൈംഗിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയുമില്ല. മാത്രമല്ല, ഫാഷൻ മാഗസീനുകളിലും ബ്രാൻഡ് ക്യാമ്പയിനുകളിലും മോഡൽ പോർട്ട്ഫോളിയോകളിലും എന്നിവയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സാധാരണവും ആണ്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ചിത്രീകരിക്കുന്നത് ലൈംഗിക പ്രദർശനത്തിന് തന്നെയായിരിക്കും. സോ രണ്ടും രണ്ട് തന്നെയാണ്. അങ്ങനെ രണ്ടും രണ്ടാണെന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഇവിടുത്തെ പല ബീവികളുടെയും ചൊറിച്ചിലുകളും എന്നാണ് തനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും വസ്ത്രദാനത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചിത്രത്തിന്റെ ഉദ്ദേശം, അവതരണ രീതി, സന്ദർഭം എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ബോധമുണ്ടെങ്കിലേ ഫാഷൻ എഡിറ്റോറിയൽ, സെമി റിവീലിംഗ് ഫോട്ടോഗ്രാഫി, ലൈംഗിക ആകർഷണം എന്ന ലക്ഷ്യങ്ങളെ നിർണ്ണയിക്കുവാനും ഇതൊക്കെ മനസ്സിലാക്കാനുമുള്ള സെൻസ് ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. പിന്നെ ഈ വിമർശിക്കുന്ന ബീബിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് സാമൂഹ്യ നിയന്ത്രണ ബോധം ഉള്ളതാണ്. അതായത് പുള്ളിക്കാരി വിചാരിക്കുന്ന പോലെ മാത്രമേ മറ്റുള്ളവർ ജീവിക്കാവൂ എന്ന പിടിവാശിയാണ്. സത്യത്തിൽ ഒരാളുടെ ഇമാതിരിയുള്ള വിവരക്കേട് കാരണം നാട്ടിലെ പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത് കഷ്ടമല്ലേ എന്നായിരുന്നു കുറിപ്പ്. ഷെഫീന ബീബി ദയെ വിമർശിച്ച് പറഞ്ഞ വാക്കുകൾ അശ്ലീലം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് സോഷ്യൽ മീഡിയ ഷെഫീനയ്ക്ക് എതിരെ കൂടുതലായും തിരിഞ്ഞിരിക്കുന്നത്. അത് ആ സാഹചര്യത്തിലെ ഇമോഷൻ കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് പിന്നീട് ഷെഫീന ബീബി നൽകിയ വിശദീകരണം.